വെളുത്ത ഷർട്ടിട്ട് കണ്ണൂർ DCC ഓഫീസിന് മുന്നിലൂടെ പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവായി നമ്മൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇത്. വെളുത്ത ഷർട്ടിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തലയിൽ ഇരുപിടിക്കെട്ട് വെച്ചതുപോലെ തോന്നിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം തലയിൽ ഒരു എന്തോ ഭാണ്ഡം കയറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ദൃശ്യം. അതായത് ആ കൈ മുറിഞ്ഞ കൈയാണ് എന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ഇടത്തെ കൈ ഭാണ്ഡത്തിന് മുകളിലേക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു പോകുന്നത്. പെട്ടെന്ന് ഗോവിന്ദചാമിക്ക് കൈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൈ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ആളുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തലയിൽ ഒരു ഭാണ്ഡവും അതിൻ്റെ മേലെ ആ കൈയും കയറ്റി വെച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൈയില്ലാത്ത ആളാണ് നടന്നു പോകുന്നതെന്ന് മനസ്സിലാകില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യത്തിൽ അദ്ദേഹം കറുത്ത ഷർട്ടാണ് ഇട്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ വെളുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതായത് കൃത്യമായി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ആസൂത്രണം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആളുകൾ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വെളുത്ത ഷർട്ടിലേക്ക് മാറുകയായിരുന്നു. കറുത്ത ഷർട്ടിലാണ് അദ്ദേഹം ചാടിയത് എന്നുള്ള വിവരങ്ങളാണല്ലോ ആദ്യം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ കറുത്ത ഷർട്ടിട്ട ഗോവിന്ദചാമിയെ തിരഞ്ഞായിരിക്കും ആളുകളും പോലീസും ഒക്കെ നടക്കുക. പക്ഷേ അത് പരമാവധി ആ തിരിച്ചറിവില്ലാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്ത ഷർട്ടിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായത്. വെളുത്ത ഷർട്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. നേരത്തെ ദൃക്സാക്ഷികൾ തന്നെ പറഞ്ഞിരുന്നു, ഗോവിന്ദചാമിയെ പോലെ ഒരാളെ കണ്ടിരുന്നു, ലൈറ്റ് കളർ ഷർട്ടാണ് ഇട്ടത് എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്നത്. കണ്ണൂർ DCC ഓഫീസിന് സമീപത്ത് കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ അയാൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെയുള്ള തിരച്ചിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുക എന്നാണ് കരുതുന്നത്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ദൃശ്യം വളരെ വ്യക്തമാണ്. ഗോവിന്ദചാമി വെളുത്ത ഷർട്ടിട്ട് തലയിൽ ഭാണ്ഡവുമായി ആ ഭാണ്ഡത്തിൽ മുറിഞ്ഞ ഇടത്തെ കൈയും പിടിച്ച് നടക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? നേരത്തെ നമ്മൾ കൊടുത്തത് 3:29 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അയാൾ ചാടുന്ന ദൃശ്യങ്ങളാണ്. അതിനുശേഷം പിന്നീട് വരുന്നത് 9 മണിക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതായത് അയാൾ ഈ പരിസരത്തുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ഈ നാട്ടുകാർ കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുത്ത കാര്യം ഓർമ്മയുണ്ടല്ലോ. അതായത് ഈ ഗോവിന്ദചാമിയെ പോലെ ഒരാളെ കണ്ടു, അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പൊ അതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് ഗോവിന്ദചാമി തന്നെയാണെന്ന് ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അയാൾ ഈ നഗരം വിട്ടു പോയിട്ടില്ല, കണ്ണൂർ നഗരത്തിൽ തന്നെ ഗോവിന്ദചാമി ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളെ സാധൂകരിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അയാളെ ഒളിച്ചിരുന്ന കാടുകളും മറ്റും പോലീസ് ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട്. നമുക്കിത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ DCC ഓഫീസിന് അവിടെ നിന്ന് DCC ഓഫീസിന്റെ പരിസരത്ത് നിന്ന് അയാൾ കളാപ്പ് ക്ഷേത്ര പരിസരത്തേക്ക് ആ ഭാഗത്തേക്കാണ് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. അതായത് ഒന്ന് കൃത്യമായി നമുക്ക് ആ വഴികളിലൂടെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതായത് ഒരു 3:35 ആയിരിക്കാം ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുള്ളത്. അത് പള്ളിക്കുന്നിലെ ജയിൽ ചാടിയിട്ടുള്ളത് 3:35 അവിടെ നിന്ന് അയാൾ നടന്നിട്ട് തന്നെ ആവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും കൃത്യം 3 മണിക്കൂർ, അതായത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ആണ് അയാൾ ഈ 4 കിലോമീറ്റർ ദൂരം പിന്നിട്ടത്. അതിനിടയിൽ എവിടെയെങ്കിലും അയാൾ മറഞ്ഞിരുന്നിട്ടുണ്ടാവാം, അതിനിടയ്ക്ക് എവിടെയെങ്കിലും വിശ്രമിച്ചിട്ടുണ്ടാവാം, നാട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണ് വെച്ചിട്ടുണ്ടാവാം. ആ വഴികളിലൂടെ സഞ്ചരിച്ച് ഏതാണ്ട് 6-7 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ അയാൾ നഗരം വിട്ടുപോയിട്ടില്ല. അതായത് കണ്ണൂർ DCC ഓഫീസിന്റെ അവിടേക്ക് പള്ളിക്കുന്നിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ടാവും, ഒരു 3.5-4 കിലോമീറ്റർ ദൂരം. ആ ദൂരം മാത്രമേ അയാൾ സഞ്ചരിച്ചിട്ടുള്ളൂ എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അയാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരിസരം മുഴുവൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പരിസരം മുഴുവൻ പോലീസ് അരിച്ചു പിറക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റി പോലീസ്, അതുപോലെ തന്നെ ടൗൺ പോലീസ്, മയ്യിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോലീസിന്റെ വലിയ സന്നാഹം ഇവിടേക്ക് എത്തുകയും അവർ വിശദമായ പരിശോധന ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇയാൾ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ള കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അല്പസമയം മുമ്പ് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകൾ, വരുന്ന മിനിറ്റുകൾ ഏറ്റവും നിർണായകമാണ്.
എവിടെയോ ഈ നഗരത്തിൽ എവിടെയോ അയാൾ ഒളിച്ചിരിപ്പുണ്ട്. ഈ നഗരത്തിലെ ഏതോ കാടിനുള്ളിൽ, ഏതോ കെട്ടിടത്തിനുള്ളിൽ, പഴയ കെട്ടിടത്തിനുള്ളിൽ അയാൾ ഒളിച്ചിരിപ്പുണ്ട്. അയാളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാടടച്ച് മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. യെസ്, സുനിൽ ഐസക്, നേരത്തെ അവിടുത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞ കാര്യം അതുപോലെ യോജിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃക്സാക്ഷികൾ പറഞ്ഞത് ഗോവിന്ദചാമി എന്ന് തോന്നുന്ന ആൾ ലൈറ്റ് കളർ ഷർട്ടാണ് ഇട്ടത്, തലയിൽ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു, കറുത്ത പാൻ്റാണ് ഇട്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. ആ കാട്ടിലേക്ക് ഓടി മറഞ്ഞു എന്ന് അവർ പറഞ്ഞിരുന്നു. അവരുടെ വാക്കുകൾ, ആ ദൃക്സാക്ഷികളുടെ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അപ്പോൾ റോഡിന്റെ ഇട സൈഡ് ചേർന്നിട്ട് ഒരാൾ ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ട് പാൻറ് ഇട്ടിട്ട് ഒരു മാണ്ടക്കെട്ട് മാതിരി ഒരാൾ കയ്യിൽ പിടിച്ച് നടന്നു വരുന്നു. അപ്പൊ രാവിലെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ചെറിയ സംശയം തോന്നി. അപ്പോൾ ഞാൻ വെറുതെ ഇദ്ദേഹം ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു ഇതാ ഇന്ന ആളാണോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് കൈ ഒരു തുണി പാണ്ടക്കെട്ട് മാതിരി കൈ അതിനുള്ളിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ നിർത്തിയിട്ട് ഇവിടം വരെ വന്നു. അപ്പൊ ഇവിടം വരെ എത്തി ആൾ, ഈ ആംബുലൻസ് കിടക്കുന്ന സ്ഥലം വരെ എത്തി. അപ്പൊ ചോദിക്കുമ്പോഴേക്കും ആള് നിക്കടാന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ അല്ലല്ല കറുപ്പല്ല, ഒരു ലൈറ്റ് ഷർട്ട് കള്ളി